morning to all. Welcome to yet another lecture series of Income Tax Law and Practice. This is Asha SP, Assistant Professor of PG Department of Commerce. So let's begin with today's class. About last class we discussed about residential accommodation, then perquisites, what are the classification of perquisite, then perquisite tax are in the hands of all employees. So adile nammal discuss about residential, the value of residential accommodation. So for the purpose of computation, residential accommodation can be classified into 5. Accommodation provided for government employees, accommodation provided for non-government employees, accommodation provided at site, accommodation provided at the time of transfer, and accommodation provided at hotel. So today we are going to discuss about accommodation given for non-government employees. So in the last class we have discussed about how do you compute the value of residential accommodation for government employees. So let's look into the value of the computation of residential accommodation applicable for non-government employees. So we have a question. Our first duty is whether നമ്മൾ ഫസ്റ്റ് ഡ്യൂട്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അയാൾ ഗവൺമെൻറ് എംപ്ലോയി ആണോ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാല്യൂ ഫിക്സ്ഡ് ബൈ ദി ഗവൺമെൻറ് ആസ് പെർ ഗവൺമെൻറ് റൂൾസ് ആയിരിക്കും ദ വാല്യൂ ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ഫോർ ഗവൺമെൻറ് എംപ്ലോയീസ്. ദെൻ ഇൻ ദ കേസ് ഓഫ് നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ ഇറ്റ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു accommodation owned by employer, accommodation hired by employer. So accommodation owned by employer and accommodation hired by employer. Okay. So ഇതാണ് നമുക്ക് ഏറ്റവും റെസിഡൻഷ്യൽ അക്കോമഡേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണിത്. മിക്ക ക്വസ്റ്റ്യനും ചിലപ്പോൾ 4 മാർക്സോ 2 മാർക്സിന് ചിലപ്പോൾ ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ തിയറി പാർട്ട് ചോദിക്കുന്നതാണ്. സോ ഫോർ ദി പർപ്പസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഇറ്റ് ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു accommodation owned by the employer, accommodation hired by the employer. If the accommodation is owned by the employer ആണെങ്കിൽ ഇവിടെ നമ്മൾ പോപ്പുലേഷൻ്റെ ബേസിലായിരിക്കും വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. If the population is below 10 lakh ആണെങ്കിൽ 7.5% of salary. The population is below 10 lakh ആണെങ്കിൽ 7.5% of salary is less than 10 lakhs. If the population is between 10 and 25 lakhs ആണെങ്കിൽ 10% of salary. The population is between 10 and 25 lakhs ആണെങ്കിൽ the value of perquisite shall be 10% of salary, and the population is above 25 lakhs ആണെങ്കിൽ the value of perquisite shall be 15% of salary. So ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പോലെ 10% cost of furniture ആഡ് ചെയ്യുക, then any amount recovered from the employee. അത് ഇപ്പം ഞാൻ പറഞ്ഞത് ഇത് 3 കേസിലും ഇവിടെ എല്ലാ കേസിലും ആപ്ലിക്കബിൾ ആണ്. ഫേർണിച്ചറും കൂടെ ചേർത്തിട്ടാണ് എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ കോസ്റ്റ് ഓഫ് ഫേർണിച്ചറിൻ്റെ 10% ആ വാല്യൂ പെർക്വിസിറ്റിലൂടെ ആഡ് ചെയ്യുക. ഇനി എംപ്ലോയിയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും എമൗണ്ട് പേയ്മെൻറ്റ് എംപ്ലോയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ പേയ്മെൻറ്റ് നമുക്ക് ആ വാല്യൂ പെർക്വിസിറ്റിൽ നിന്ന് എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം. സോ ദി അക്കോമഡേഷൻ ഇസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ ദ value perquisite shall be determined on the basis of population between population is below 10 lakhs ആണെങ്കിൽ 7.5% of salary. Population between 10 and 25 lakhs ആണെങ്കിൽ 10% of salary. Population is above 25 lakhs ആണെങ്കിൽ 15% of salary. ഇവിടെ നമ്മൾ സാലറി 3 എടുത്തും സാലറി എന്ന് പറയുന്നു. സോ ഹിയർ സാലറി ഇൻക്ലൂഡ്സ്. അപ്പം നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിയർനെസ് അലവൻസിൽ നമ്മൾ പറഞ്ഞായിരുന്നു വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ടേം സാലറി. സാലറി ഇൻക്ലൂഡ്സ് ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി പ്ലസ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ. ബട്ട് ഇവിടെയും അതുപോലെ സാലറി എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ബേസിക് സാലറി പ്ലസ് ഓൾ അലവൻസസ് പ്ലസ് ബോണസ് പ്ലസ് കമ്മീഷൻ. ദിസ് ഇസ് ദ മീനിങ് ഓഫ് ദി ടേം സാലറി ഹിയർ. ഇവിടെ സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി ഓർ ബേസിക് പേ പ്ലസ് ഓൾ അലവൻസസ് പ്ലസ് ബോണസ് പ്ലസ് കമ്മീഷൻ. സോ ഇവിടെ സാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ സാലറി ബേസിക് സാലറി മാത്രമല്ല എടുക്കുന്നത്, അതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യനിൽ അലവൻസസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും, ബോണസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും, കമ്മീഷൻ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും. ബേസ്ഡ് ഓൺ ടേൺ ഓവർ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മളിവിടെ കമ്മീഷൻ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതെങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇനി വരുന്ന ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ ഒരു കമ്പ്യൂട്ടേഷൻ നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ദിസ് ഇസ് ദി വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് ആസ്
in the case of accommodation owned by the employer. So the next one is, if the accommodation is hired by the employer ആണെന്നുണ്ടെങ്കിൽ actual hire charges. സോ അക്കോമഡേഷൻ ഹയർ, അതായത് ഒരു ഏതെങ്കിലും ഒരു വീട് റെൻറ്റിനെടുത്താണ് എംപ്ലോയർ റെൻറ്റിനെടുത്ത് എംപ്ലോയിക്ക് കൊടുക്കുന്നതെങ്കിൽ, ഇവിടെ എംപ്ലോയറുടെ സ്വന്തം വീട് തന്നെയാണ് കൊടുക്കുന്നത്, ഇവിടെ എംപ്ലോയർ ഒരു വീട് റെൻറ്റിനെടുത്താണ് എംപ്ലോയർക്ക് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ആക്ച്വൽ ഹയർ ചാർജസ് ഓർ 15% of salary, whichever is less shall be the value of പെർക്വിസിറ്റ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ പെർക്വിസിറ്റിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ആക്ച്വൽ ഹയർ ചാർജസ്, അയാളൊരു റെൻറ്റ് കൊടുക്കുമല്ലോ, ആ റെൻറ്റ് ഓർ 15% ഓഫ് സാലറി. ഇവിടെ വിച്ച് എവർ ഇസ് ലെസ്, ഇതിലേതാണോ ചെറുത് അതായിരിക്കും ദ വാല്യൂ ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ആസ് ഇൻ ദ കേസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയി ഇഫ് ദി അക്കോമഡേഷൻ ഹയേർഡ് ബൈ ദി എംപ്ലോയർ. ഇവിടെയും സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി പ്ലസ് അലവൻസസ് പ്ലസ് ബോണസ് പ്ലസ് കമ്മീഷൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വിത്ത് ദി വാല്യൂ ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ആപ്ലിക്കബിൾ ഫോർ നോൺ ഗവൺമെൻറ് എംപ്ലോയീസ്. സോ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇതിൽ നിന്ന് നമുക്ക് കമ്പ്യൂട്ടേഷൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. This is Asha SP signing off from Moscow Campus Vision.